ഇക്കൊല്ലത്തെ SSLC എക്സാം എഴുതേണ്ടിയിരുന്ന കാസർഗോഡ് 15-കാരിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുടെ 42-കാരനായിട്ടുള്ള പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിയെയും കാണാതായത് ഫെബ്രുവരി മാസം 12-ാം തീയതിയാണ്. ഇന്നിപ്പോൾ മാർച്ച് 9. ഇത്രയും നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഇവർ ഈ ഒരു തിരോധാനം ഇന്ന് എത്തി നിൽക്കുന്നത് അവരുടെ ജീവനറ്റ 2 ശരീരങ്ങളിലേക്ക് മാത്രമാണ്. ഈ ഒരു വാർത്ത നിങ്ങളിൽ പല ആൾക്കാരും ഇതിനോടൊപ്പം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്കിന് കുറേ ആൾക്കാർ കാള പറ്റെന്ന് പറയുമ്പോഴത്തേക്കിന് ഉടനെ കയറെടുക്കുന്ന കുറേ ടീംസിന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഈ കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് നല്ല പ്രായമുള്ള കുറേ മുതുക്കനും മുതുക്കളും ഒക്കെ ആയിരിക്കും. ഇവർ വന്നിടുന്ന കമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെക്കാട്ടി വളരെ കഷ്ടമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ആ ഒരു വഴിവിട്ട ബന്ധം ഇവർ ഒളിച്ചോടിപ്പോയി മാങ്ങാ തേങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ കുറേ എണ്ണങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ ആ ഒരു പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിനെ പറയുകയാണെങ്കിൽ പിന്നെ ഓക്കെ അയാൾ ഇത്രയും പ്രായമുള്ള അയാളുടെ ഭാഗത്ത് തന്നെയാണ് ഓഫ് കോഴ്സ് ഈ പറയുന്ന മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ. അപ്പോഴും ആ ഒരു പെൺകുട്ടീനെ കുറ്റം പറയാനെ കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഈ പറയുന്ന പോലെ ഒരു മനസ്സ് കാണിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എത്രത്തോളം മാനസിക വൈകൃതമുള്ള ആളുകളാണ് നിങ്ങളെന്നുള്ളത്. എന്തായാലും ഇതിനകത്ത് ഈ ഒരു വിഷയത്തെ പറ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അധികം ആയിട്ട് കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. ആദ്യം തന്നെ ഈ ഒരു പേരൻസ് അന്ന് ഈ ഒരു കുട്ടീനെ മിസ്സായ ടൈമിലുള്ള കുറച്ച് കാര്യങ്ങൾ മീഡിയാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. പുലർച്ചെ 4:30 ചെരിവക്ക് മനസ്സിലായി എൻ്റെ ചേച്ചി കാണുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി കാണുന്നത് പിന്നെ ബാക്ക് ഡോറിൽ പോയി. ബാക്ക് ഡോർ ഓപ്പൺ ആയിട്ടുണ്ടായി. പിന്നെ ആടെല്ലാം പരതിയിടുമ്പോൾ കാണുന്നില്ല. പിന്നെ കുറച്ച് നേരം ആകുമ്പോൾ ഓള് ഫോൺ റിംഗ് ആയിക്കൊണ്ടായിരുന്നു. പിന്നെ അതിൽ സ്വിച്ച് ഓഫ് ആയി. ഞങ്ങളൊക്കത്തായിട്ട് എല്ലാ ഫാമിലിയായിട്ട് ഒക്കെ പോയിക്കൊണ്ടുണ്ടായില്ലേ. അങ്ങനെ സംശയം അവൻ്റെ കയ്യിൽ എന്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ഒന്ന് ക്ലോസ് ആയിട്ടെല്ലാം ഉണ്ടായി. ഞാൻ എൻ്റെ കുഞ്ഞ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ എടുക്കുന്നില്ല അറിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് അവൻ്റെ ഇത് സംശയം വന്നു. അങ്ങനെയായിട്ട് ഞാൻ കുമ്പിളി പോലീസിൽ പോയിട്ട് അവിടെ ഇത് കംപ്ലയിൻറ്റ് കൊടുത്തു. ഓക്കെ, വെളുപ്പിനെ 4 മണിക്കാണ്, ഒരു 4:30-4:45 ടൈമിലാണ് ആ ഒരു കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഇറങ്ങി പോകുന്നത് ഒരുപക്ഷെ അയാൾ ഈ പറഞ്ഞ് വിളിച്ച് എന്ത് കാരണത്താലാണ് വിളിച്ചിറങ്ങിക്കൊണ്ട് പോയേക്കെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണോ കൊണ്ടുപോയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പിന്നീട് ഈ കുട്ടിനെ കോൾ ചെയ്യുമ്പോഴത്തേക്കിന് കോൾ കാര്യങ്ങളും എടുക്കുന്നില്ല. പിന്നീട് നോക്കുമ്പോഴത്തേക്കിന് സ്വിച്ച് ഓഫ് ആണ്. ഇതിപ്പം ഇയാളോടൊരു സംശയം തോന്നിയതിൻ്റെ പ്രകാരം ഈ ഒരു ഫാമിലിക്കാണ് മുമ്പ് തന്നെയാണെങ്കിൽ ഇയാളിൽ നിന്ന് അല്ലെങ്കിൽ എന്തൊക്കെയോ ഈ പറയുന്ന മോശമായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന ഈ ഓട്ടോക്കാരനെയും ഇവർ തന്നെ ഈ പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഇവർ കോൾ ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നുണ്ട്. 8 മണി വരെ 70 പ്രാവശ്യം നമ്മൾ കോൾ കൊടുത്തിന്. ഓർഡർ എടുത്തിട്ടേ ഇല്ല എന്റെ മോള്. രാവിലെ അതിന്റെ പുറകെ ഇത് ഓന് പ്രദീപിന് കോൾ അടിച്ച് പ്രദീപ് എടുത്തില്ല. പ്രദീപ് എടുത്തു. ഓന്റെ കോള് റിംഗ് ആയിക്കൊണ്ട് ഓനും കോൾ എടുത്തില്ല. പിന്നെ സ്വിച്ച് ഓഫ് ആയി. ഓക്കെ, അപ്പം ഇവർ നേരെ ഈ ഒരു കുഞ്ഞിനെ കാണാനാകുമ്പോൾ നേരെ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോഴത്തേക്കും പിന്നെ നേരെ വിളിക്കുന്നത് ഈ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം അയാളെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നീട് അയാളുടെ ഫോണും സ്വിച്ച് ഓഫിലോട്ട് മാറുകയാണ്. അപ്പം ഇവർക്ക് നേരത്തെ തന്നെ മുൻപേ തന്നെ അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഇങ്ങനെ നഷ്ടപ്പെട്ട ആ ഒരു മിസ്സിംഗ് ആയ ഒരു ടൈമിൽ അയാളെ ഡയറക്റ്റ് അടുത്ത് വിളിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്ബിഹേവ് കാര്യങ്ങളൊക്കെ അവർക്ക് ഫീൽ ചെയ്തതിൻ്റെ പേരിലായിരിക്കണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുൻപേ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവേണ്ടതാണ്. ഇതിനുശേഷം ഇന്നിപ്പം ഇവരെ കണ്ടെത്തിയേക്കുന്ന ആ ഒരു സംഭവത്തിന് ഒരു വീഡിയോ ക്ലിപ്പോട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഈ മണ്ടേക്കപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിന് സമീപമാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 2 പേരുടെയും മൃതദേഹങ്ങൾ ഈ തൂങ്ങിയ നിലയിലാണ്. സമീപവാസിയായ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരാളെ കാണാനായിട്ട് 42 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ കൂടി മൃതദേഹങ്ങളുടെ ഇപ്പോൾ നാട്ടുകാർ നമ്മുടെ. ഓക്കെ, ഫെബ്രുവരി മാസം 12-ാം തീയതിയാണ് ഇവരെ കാണാതായിട്ടുള്ളത്. ഇത്രയും നാൾ 10-26 ദിവസങ്ങൾക്ക് ശേഷം ഇവർ തൂങ്ങിയ നിലയിലാണ് ഇവരെ കാണുന്നത്. ഓക്കെ, ഇതിനകത്ത് പോലീസുകാരുടെ വലിയൊരു വീഴ്ച അതിനെപ്പറ്റി നമുക്ക് ഇതിനകത്ത് വലിയ രീതിയിൽ തന്നെ സംസാരിക്കാനുണ്ട്. ബാക്കി കൂടെ കേൾക്കാം. ഒരു കത്തിയും ഒരു ചോക്ലേറ്റും അതോടൊപ്പം ഇരുവരുടെയും മൊബൈൽ ഫോണുകളുമാണ് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ തെരച്ചിൽ നടക്കുന്ന വിവരം അറിഞ്ഞ ഇവർ മരണത്തേക്ക് പോയതാണോ, എന്താണ് സംഭവിച്ചത് എന്നതിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. കത്തിയും ചോക്ലേറ്റും മൊബൈൽ ഫോണും എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു ചോക്ലേറ്റ് ആ ഒരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ കത്തി മേ ബി പറയുന്ന കയറ് കെട്ടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ മുറിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആയിരിക്കും. പിന്നെ മൊബൈൽ ഫോൺ, കുറേ ആൾക്കാർ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ആ ഒരു കുട്ടീനെ വഴി തെറ്റിച്ചു, അങ്ങനെ ഇങ്ങനെ മാങ്ങാ തക്ക ചെക്ക തേങ്ങാന്നൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഫോണാണോ ഇവിടുത്തെ പ്രശ്നം? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ തെറ്റായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കാനെ കൊണ്ട് ഏതൊക്കെ മാർഗങ്ങളുണ്ട്? മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ. കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ അതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എവിടെയെങ്കിലും പഠിപ്പിച്ച് കൊടുക്കാറുണ്ടോ? സ്കൂളിൽ പഠിപ്പിച്ച് കൊടുക്കാറുണ്ടോ? സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെ ഉപയോഗിക്കണം, മൊബൈൽ അങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറില്ലല്ലോ. അതുകൊണ്ട് ആ സാധനം നിങ്ങൾ അവിടെ വിടുക. ഇനി ബാക്കി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളോടൊന്ന് കേൾക്കണം. മൃതദേഹത്തിന് പഴക്കമുണ്ട്. 1.5 ആഴ്ചയോളമായി പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പോലീസ് പരിശോധനകൾ നടത്തുകയാണ്. 1.5 ആഴ്ചയോളം പഴക്കമുള്ള മൃതദേഹമാണ്. ഇവരെ കാണാണ്ടാവുന്നത് ഫെബ്രുവരി മാസം 12-ാം തീയതി. ഓക്കെ, ഫെബ്രുവരി മാസം 12-ാം തീയതി ഇവരെ കാണാതായിട്ട് ഇപ്പം 26 ദിവസം കഴിയുന്നു. എന്നിട്ടും 1.5 ആഴ്ച പഴക്കമുള്ള ശരീരമാണ് ഇവർക്ക് കിട്ടിയേക്കുന്നത്. ഇത്രയും ദിവസം അല്ലെങ്കിൽ ഈ ഒരു 1.5 ആഴ്ച ഈ ഒരു കുട്ടി അല്ലെങ്കിൽ 1.5 ആഴ്ചയ്ക്ക് മുമ്പ് വരെ ഇത്രയും ദിവസങ്ങൾ ആ ഒരു ഗ്യാപ്പിൽ ഇവർ എവിടെയായിരുന്നു, എന്തായിരുന്നു? ഓക്കെ, അപ്പം അവിടെയാണ് പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന വീഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ രീതിയിലാണ്.
ഓക്കെ. പ്രദീപിനെ, മണ്ടക്കാപ്പ് സ്വദേശിയായ പ്രദീപിന്റെ ഒരു സുഹൃത്ത് ഇരുചക്രവാഹനത്തിൽ ഈ കുട്ടിയുടെ വീടിന് സമീപം കൊണ്ടിറക്കി എന്നൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നത് പോലീസ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇവർ രണ്ടുപേരും മാത്രമല്ല മൂന്നാമതൊരാൾ കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമതൊരാൾ മേ ബി ഈ പറയുന്ന പോലെ നോർമൽ ഇയാൾ ഈ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി വിളിക്കുമ്പോഴത്തേക്കും നോർമലി എവിടെ അങ്ങോട്ട് വിട്ടേക്കെന്ന് പറഞ്ഞപ്പോൾ മേ ബി അങ്ങനെ വല്ല കൊണ്ടുവിട്ടതായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വെളുപ്പാങ്കാലത്താണ് ഈ കൊണ്ടുവിട്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് വലിയ രീതിയിലുള്ളൊരു പങ്കുണ്ട്. ഇത് മൂന്നാമതൊരാളുടെ കൂടി പങ്കോടുകൂടി നടന്നേക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, വെളുപ്പാങ്കാലത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, വെളുപ്പാങ്കാലത്ത് ഒരാളും ഈ പറയുന്ന ഇവിടുന്ന് അവിടെ വരെ കൊണ്ടുവിടാനെ കൊണ്ട് എന്തായാലും പറയില്ലല്ലോ, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന്. അറ്റ്ലീസ്റ്റ് കൊണ്ടുവിടുന്ന ആളെങ്കിലും ഇതിനെപ്പറ്റി അന്വേഷിക്കില്ലേ? തീർച്ചയായിട്ടും ഈ പറയുന്ന മൂന്നാമത് ഉള്ള ആൾക്ക് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. ഓക്കെ, ശ്രേയയുടെയും വീട്ടിൽ തെരച്ചിൽ നടത്തിയിരുന്നു. ഈ കുട്ടിയുടെയോ അല്ലെങ്കിൽ പ്രദീപോ പണമോ വസ്ത്രങ്ങളോ ഒന്നും തന്നെ കൊണ്ടുപോയിട്ടില്ല. ഇവരുടെ സർട്ടിഫിക്കറ്റോ മറ്റു രേഖകളോ ഒന്നും തന്നെ കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് പോലീസ് ഈ പ്രദേശത്ത് തന്നെ ഇവരുണ്ടായിരിക്കാമെന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഒരു 7 ദിവസങ്ങൾക്ക് മുന്നേ വന്നേക്കുന്ന ഒരു വാർത്തയുടെ ക്ലിപ്പാണ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ പണമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. കുറേ ആൾക്കാർ ഒളിച്ചോട്ടം എന്നൊക്കെ കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒളിച്ചോട്ടം ആകുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റും ഡ്രസ്സും സാധനങ്ങളൊക്കെ എന്തെങ്കിലും എടുത്തോണ്ടല്ലേ പോകുള്ളൂ. ഇതൊന്നും ഇല്ലാതെ പോകും. മേ ബി അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് വാശി പിടിക്കാൻ പറ്റൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊരു സെക്കൻഡ് അല്ലെങ്കിൽ മറ്റൊരു ഫേസ് കൂടെ ഉണ്ടാവൂലേ? മേ ബി ആ ഒരു കുഞ്ഞിനെ ആണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് വിളിച്ചിറക്കിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇനി ഈ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളോടൊന്ന് നോക്കാം. അദ്ദേഹത്തെ പറ്റി അതായത് ഈ ഒരു ഭാഗങ്ങൾ ഈ ഒരു കാസർഗോഡ് തന്നെ അദ്ദേഹത്തിന് ബന്ധുക്കളുണ്ട് അല്ലെങ്കിൽ കുടുംബമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേറെ എന്തെങ്കിലും അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും കുടുംബപരമായ കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ല. എന്നാലും അദ്ദേഹത്തിന്റെ ബന്ധുക്കളടക്കമുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു കാസർഗോഡ് പല പ്രദേശങ്ങളിലും ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയിൽ പല ആവശ്യങ്ങൾക്കായി കുടുംബവും അതുപോലെ തന്നെ ഈ കുട്ടിയും നിരന്തരം ഓട്ടോറിക്ഷയിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അദ്ദേഹമായി ഒരു ബന്ധം സൂക്ഷിച്ചൊരു കുടുംബം തന്നെയായിരുന്നു ഈ ഒരു കുടുംബം എന്ന് പറയുന്നത്. ഈ കുട്ടിയുമായിട്ടും ഒരു ബന്ധം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ ഒരു കുട്ടിയെയും അതുപോലെ തന്നെ ഈ 42 വയസ്സുകാരനെയും ഇനി വേറെ എന്തെങ്കിലും ഈ ഒരു ഭാഗങ്ങളിൽ ഓക്കെ, കുട്ടിയായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിലേക്ക് ഒരു സാധനം പറയുന്നുണ്ട്. ഇവർ തമ്മിൽ മുമ്പും ഈ പറയുന്ന പോലെ പരിചയമുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ കുട്ടിയാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുവിടാൻ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ പോകാനൊക്കെ കൊണ്ടുവന്നൊരു വ്യക്തി തന്നെയായിരുന്നു. ഇവർ തമ്മിൽ ഒരു ബന്ധം എന്ന് പറയുമ്പോഴത്തേക്കും ഒക്കെ ആ ഒരു കുട്ടീനെ കുറേ ആൾക്കാർ കുറേ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നില്ലേ? ഈ കൊടുത്തേക്കുന്ന വാർത്ത സത്യമാണെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഓക്കെ, അതിനുമായിട്ടുള്ള ഒരു തെളിവും കാര്യങ്ങളും ഇവിടെ നിരത്തിയിട്ടുമില്ല. ഓക്കെ, അപ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ കുറ്റം പറയേണ്ടത് ആ ഒരു വ്യക്തിനെയല്ലേ? സ്വന്തം മകളുടെ പ്രായമുള്ളൊരു ആ ഒരു കുഞ്ഞിനെ ആ രീതിയിൽ അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഭാഗത്ത് തെറ്റല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ആ ഒരു കുഞ്ഞിനെ മാത്രം കുറേ ആൾക്കാർ 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. ഈ ലോകത്തെ പറ്റിയിട്ട് അത്ര വലിയ വിവരം ബോധം ഇല്ലാണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലേ? ആ കുട്ടീനെ ഇങ്ങനെ ബ്ലെയിം ചെയ്ത് കുറേ ആൾക്കാർ പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര മോശമാണ് കേട്ടോ. ആ യുവാവിന്റെ 42 വയസ്സുകാരന്റെ വീട്ടുകാർ നിലവിൽ ഇതുവരെ ഒരു പരാതിയുമായി രംഗത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ കുടുംബമടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്നുള്ളത്, അതായത് ഈ ഒരു ഇയാളുടെ ബന്ധുക്കളടക്കം കർണാടകയിൽ മറ്റുമുണ്ട്, പക്ഷെങ്കിൽ അവിടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളടക്കം ഇന്ന് ബന്ധുക്കളടക്കം നമ്മളോട് പ്രതികരിച്ചിരുന്നു. കാരണം ഈ ഒരു ഭാഗത്ത് മാത്രമേ അന്വേഷണം നടത്തിയുള്ളൂ, വേറെ എവിടെയും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ബന്ധുക്കളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു. എന്തായാലും കർണാടക ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ബന്ധമുള്ള ഒരു യുവാവാണ് ഈ യുവാവ് എന്ന് പറയുന്നത്. എന്തായാലും ഓക്കെ, ഈ കർണാടക ഉൾപ്പെടെ ഇയാൾക്ക് കുറേ ബന്ധവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഇതുവരെ വാർത്തയ്ക്കകത്തൂടെ കണ്ടതിനപ്പുറത്തേക്ക് ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോട്ട് ഒരു പക്ഷെ കൊണ്ടെത്തിച്ചേക്കാം. അങ്ങനെ ആവണമെന്ന് ഉറപ്പൊന്നുമില്ല. മേ ബി ഒരു സാധ്യത ഉള്ളൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഒരാളെ ഇത്രയും നാളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫെബ്രുവരി മാസം 12-ാം തീയതി കാണാതായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇവരെ രണ്ടുപേരും ഒരേപോലെയാണ് മിസ്സിങ് ആവുന്നത്. സ്വാഭാവികമായിട്ടും എത്ര പ്രായമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വീട്ടിൽ ഈ പ്രായമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഒരു 42 വയസ്സ് പ്രായമുള്ള ഒരു മധ്യവയസ്കനായിട്ടൊരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളെ ഇത്രയും ദിവസം കാണാണ്ടാകുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഒരു അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തൂലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ അങ്ങനെ ഒരു അന്വേഷണ കാര്യം ഇവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും നടന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 2 കാരണങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ഇയാളെ ഈ ഒരു കുടുംബത്തിന് വേണ്ടാത്തവനായിരിക്കും. 2, ഈ കുടുംബത്തിൻ്റെയും കൂടെ അറിവോട് കൂടിയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ മേ ബി ഈ പറയുന്ന പോലെ കർണാടകയിലോട്ടുള്ളതെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ വേറെ എന്തെങ്കിലും ഒരു സാധ്യത കൂടെ ഉണ്ടാവാം. അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. മേ ബി അങ്ങനെ ഒരു സാധ്യത കൂടെ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് നമ്മളിലോട്ട് എത്തിക്കുക തന്നെ ചെയ്യും. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ കേൾക്കണം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ഈ ഒരു കേസിൽ അവർ നടത്തിക്കുന്ന അന്വേഷണത്തിന്. ഞാൻ മുമ്പും പല വീഡിയോസിനകത്ത് പറഞ്ഞേക്കുന്നുണ്ട്, നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കിടിലൻ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ പല കേസുകളിലും അവിടുത്തെ ചില ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ കാരണം നമ്മുടെ സേനയ്ക്ക് മുഴുവനായിട്ട് അപമാനമായിട്ട് മാറാറുണ്ട്. ഈ ഒരു കേസിലും ഏതാണ്ട് അതേപോലത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ 2-3 സാധനം കൂടെ നിങ്ങളെ കേൾപ്പിക്കാം. പെൺകുട്ടിയുടെ വീടിന് ഏകദേശം 200 മീറ്റർ അകലെയുള്ള ഒരു അക്കേഷ്യ കാട്ടിലെ അക്കേഷ്യ മരത്തിലാണ് 2 മൃതദേഹങ്ങൾ. പെൺകുട്ടിയൊപ്പം തന്നെ പ്രദീപ് എന്ന് പറയുന്ന ഈ പ്രദേശക്കാരൻ തന്നെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 200 മീറ്റർ മാറിയാണ് ഈ ഒരു മൃതദേഹം കിടക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതായത് ഇവരുടെ മൂക്കിന്റെ താഴെ കിടക്കുന്ന ഒരു സംഭവമാണ് ഇവർ ഇത്രയും ചുറ്റി വളഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പോയേക്കുന്നത്.
ഓക്കെ, ഇവർ അങ്ങനെ പോയതിനെ പറ്റിയിട്ട് കുറേ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. അതിങ്ങോട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ഈ കാറുകളും വണ്ടികളൊക്കെ നിർത്തിയിട്ടിരുന്ന ആ ഒരു സ്ഥലത്താണ് ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിന് അടുത്ത് തന്നെ, വളരെ അടുത്ത് തന്നെയാണ് ഈ അക്കേഷ്യ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമുള്ളത്. പക്ഷേ ഇത്രയും കാലം ഈ ഭാഗത്ത് കൂടിയൊക്കെ ഇന്ന് രാവിലെയും തെരച്ചിൽ നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആർക്കും പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിന് സമീപത്തായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പിള്ളേർ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ, ആ നാട്ടുകാർ ആരെങ്കിലും കാണാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സ്മെല്ലൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ മൃതദേഹം 1.5 ആഴ്ച പഴക്കമുള്ള മൃതദേഹമാണ്, അപ്പോൾ അതിന്റെ സ്മെല്ലൊന്നും വന്നില്ല, അവർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നമുക്ക് ആ നാട്ടുകാർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സെയിം തന്നെ പറഞ്ഞാലോ, ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യം ഇങ്ങോട്ടേ നമുക്ക് പരിസരത്തിൽ ആളുകളുള്ള വീടിൻ്റെ അടുത്ത് പരിസരം നമ്മൾ ചർച്ച നടത്തിയിട്ടില്ല. നമ്മൾ കൂടുതലും ഇവിടെ ഏരിയ ആയതുകൊണ്ട് കാടുകളുള്ള, കാരണം സാധാരണ രീതിയിൽ ഒരു സ്മെല്ല് വരേണ്ടതാണ്. ആ സ്മെല്ല് വരാത്തതുകൊണ്ട് നമ്മൾ ഈ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു. അപ്പുറം ഇപ്പുറം അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ CCTV ഒക്കെ നമ്മൾ എടുത്താണ്, തൊട്ടടുത്തുള്ള അമ്പലത്തിൻ്റെ. അപ്പം ഇവർ സ്മെല്ല് വരാത്തതാണ് നമ്മൾ ഈ ഇന്നറായിട്ടുള്ള ഏരിയകളിലാണ് കൂടുതലായിട്ട് നോക്കിയത്, കാടുകളിലാണ് കൂടുതലായിട്ട് സെർച്ച് ചെയ്തത്. ആരും പിന്നെ അങ്ങനെ സംശയം, കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നത് തൊട്ടടുത്ത് തന്നെ 50 മീറ്ററേ ഉള്ളൂ, കുട്ടികൾ കളിക്കുന്നതാണ്. ഈ ഏരിയയിൽ ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയാണ് പോലീസ്. പക്ഷേ ടവർ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും കൂടി. അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിങ്ങളോട് ഇന്ന് കിട്ടുന്നുള്ളൊരു ഇത്ര ആൾക്കാർ വലിയ ഒരു പ്രതീക്ഷ പറയാൻ കാരണം. അതായത് സ്മെല്ലൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. സ്മെല്ല് അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി വലിയ അന്വേഷണങ്ങൾ നടത്താണ്ടിരുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സേനയാണ് നമ്മുടെ കേരള പോലീസിനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഞങ്ങൾ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായി, അതുകൊണ്ടാണ് ഇത് വലിയ ഇത് വരാഞ്ഞത്. അപ്പോൾ പിന്നീട് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഉദ്യോഗസ്ഥൻ പറയേണ്ട കാര്യമാണ് ഇത്. നിങ്ങൾ വളരെ ഇൻഎഫിഷ്യൻ്റ്. ഓക്കെ, 12-ാം തീയതി കാണാണ്ടായിട്ടുള്ള കുട്ടിയാണ്. ഇത്രയും ഡിലേ വന്നിട്ട് ആലോചിക്കണം, 1.5 ആഴ്ച മാത്രമാണ് പഴക്കമുള്ളത്. അപ്പോഴും ആ ഒരു കുട്ടി ജീവനോടെ കുറച്ച് ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ ആ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളൊരു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അവിടെ ഒരു ടവർ ലൊക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾ ഏതൊക്കെയോ കാണിച്ചു കൂട്ടി. ആ കുട്ടിയെ നിങ്ങൾക്ക് ജീവനോടെ തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല. നിങ്ങളുടെ വലിയൊരു പങ്കായിട്ട് അതിന്, അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിനൊരു ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. പോലീസ് ആദ്യഘട്ടത്തിൽ ഈ പ്രദേശത്ത് ചുരുങ്ങിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തി, പിന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തിയിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ വാർത്തകൾ വന്നതോടുകൂടിയാണ് ഇന്ന് വിപുലമായ രീതിയിൽ തന്നെ ഒരു പരിശോധന നടത്താൻ പോലീസ് സംഘം തീരുമാനിക്കും. അവിടെ ഡ്രോൺ പറത്തിയതും കാര്യങ്ങളൊക്കെ ഓക്കെ ഫൈൻ. ഇപ്പം വിപുലമായിട്ടുള്ളൊരു ഇങ്ങനെ ഒരു പരിശോധന വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തതിനെ തുറന്നിട്ടാണ്. അതിനെക്കുറിച്ച് ആ നാട്ടുകാരൻ തന്നെ പറയുന്നുണ്ട്. ഇവരെ ഇപ്പം പോലീസുകാർ ഇന്നാണ് ഈ പറയുന്ന പോലെ വിളിച്ചിട്ട് വന്നേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞേക്കുന്നതിനെ പറ്റി നാട്ടുകാരൻ പറയുന്നുണ്ട്. അതോടെ ഇങ്ങോട്ട് വെക്കാം. ഇന്ന് പോലീസ് വിളിച്ചിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് തേടാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. കുറേ അങ്ങോട്ട് നിങ്ങൾ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായി, നമ്മൾ ഇടത്തോളം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കോൾ വന്നിട്ട് അങ്ങോട്ട് പോയത്. ഇങ്ങനത്തെ സ്ഥിതിയിൽ കാണുന്നു. ആണ് പോലീസ് ഉദ്യോഗസ്ഥർ മീഡിയയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ടേക്കപ്പ് വന്നതിന് ശേഷമാണ് ഇവർ വലിയ എഫിഷ്യൻ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ നാട്ടുകാരെ വിളിച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആ ഒരു ഇൻഫ്ലുവൻസ് വന്നപ്പോഴത്തേക്കും ഇവർക്ക് ചെയ്യാൻ പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കഴിവില്ലാത്തവരല്ല. നമ്മുടെ കേരള പോലീസ്, അല്ലെങ്കിൽ ഈ ഒരു കേസ് അന്വേഷിച്ചേക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ അന്വേഷണം ആസ്പദമായിട്ട് പോയിരിക്കുന്ന ആൾക്കാർ ഒട്ടും കഴിവില്ലാത്ത ആൾക്കാരല്ല, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ അവരിവിടെ എന്ത് ചെയ്തു? ഒരു അലസത കാണിച്ചു. ആ അലസത കൊണ്ട് എത്തിച്ചത് ആ കുട്ടിയുടെ മരണത്തിലോട്ടാണ്. മുൻപ് തന്നെ ആ ഒരു കുട്ടീനെ രക്ഷിക്കാമായിരുന്നു. ഈ ജീവനോടിരുന്ന ആ ഒരു ടൈമിൽ എന്തായിരുന്നു ആ ഒരു കുട്ടിക്ക് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, ഇവരുടെ ദൃശ്യങ്ങളൊന്നും ഇല്ല. അവിടെ ഇവൻ വരുന്നൊരു CCTV, അവൻ മനീഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ കൊണ്ടാക്കുന്ന ഒരു CCTV നമുക്ക് കിട്ടിയിരുന്നു. അതിന് ശേഷമുള്ള CCTVകളുള്ള ഏരിയ അല്ല ഇത്. അയ്യോ എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾ കാട്ടിനകത്തൊന്നും CCTV കൊണ്ടുവച്ചില്ല, അതുകൊണ്ട് ബാക്കി ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണല്ലോ ഇത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പം CCTV കണ്ടില്ല, CCTV അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. എടീ, CCTV ഒക്കെ വരുന്നതിന് കാലത്തിന് മുന്നേ ഈ പറഞ്ഞ അന്വേഷണങ്ങൾ നമ്മുടെ കേരള പോലീസ് നടത്തിയിട്ടുള്ളതല്ലേ? അപ്പം ഇങ്ങനെ പറയുന്നത് ഒട്ടും കറക്റ്റായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത്ര അങ്ങോട്ട് ദഹിക്കുന്ന ഒരു കാര്യമല്ല. 13-ാം തീയതിയും കിട്ടിയില്ല. 13-ാം തീയതി അല്ല, 12-ാം തീയതി വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പരിസരത്ത് തന്നെ ഉണ്ടാവാനുള്ളൊരു ഇതുണ്ടായിരുന്നു. മൊബൈലെങ്കിലും ഇവിടെ കിട്ടുമെന്നുള്ള ഒരു ഇതാണ് പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത്. മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല മൊബൈൽ ഇവിടെ തന്നെ. ഇല്ല, അതായത് തലേന്ന് രാത്രി മുതൽ, അതായത് 11-ാം തീയതി രാത്രി മുതൽ ഒരേ സെൽ ID ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സെൽ ID ബേസ് ചെയ്തിട്ട് അതിന്റെ അസിമുത്ത് ഡയറക്ഷൻ നോക്കിയിട്ടായിരുന്നു നമ്മൾ വർക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിൽ വന്ന് നോക്കി, ഇവിടെയും സെയിം സെൽ ID തന്നെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് തന്നെ ഒന്നുകൂടെ തറവ് സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി DSP ആണ് കംപ്ലീറ്റ് സബ് ഡിവിഷൻ മൊത്തം മൊബിലൈസ് ചെയ്ത് കംപ്ലീറ്റ് പോലീസുകാർ, കംപ്ലീറ്റ് നാട്ടുകാരും എല്ലാവരും കൂടെ വന്നിട്ടാണ് ഇന്നിപ്പോൾ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. 13-ാം തീയതി മുതൽ ടവർ ലൊക്കേഷൻ അവിടെ തന്നെയാണ്, വേറെ മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ടും ഓക്കെ, 13-ാം തീയതി എന്ന് പറയുമ്പോൾ 12-ാം തീയതി കാണാതായി, 13-ാം തീയതി ഉണ്ട്. അവിടെ അന്ന് തൊട്ടുള്ള ടവർ ലൊക്കേഷൻ അവിടെ തന്നെയാണ്, ഫോണിന് വേറെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോഴും അതിന് സറൗണ്ടിങ്സിൽ അവർ എവിടെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്താണ് കാര്യങ്ങളൊക്കെ നടന്നുള്ളത് അറിയത്തില്ല. കാര്യം ഇത്രയും ദിവസം സർവൈവ് ചെയ്ത് എങ്ങനെ പോയാലും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 5 ദിവസമെങ്കിലും അവർ സർവൈവ് ചെയ്ത് നിൽക്കണമെങ്കിൽ അതിന് ഫുഡും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ അവർ തന്നെ പുറത്തിറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരിക്കാം.
അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിനുശേഷം 1.5 ആഴ്ച മാത്രമാണ് ഈ പറയുന്ന ബോഡിക്ക് പഴക്കമുള്ളത്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന വീഴ്ച എന്ന് പറഞ്ഞാൽ വലിയൊരു രീതിയിലാണ്. കാര്യം ഒരു കുട്ടിയുടെ അവരുടെ മരണത്തിലോട്ടാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അവരുടെ ഒരു വീഴ്ച എന്ന് പറയുന്നത്. അവിടുത്തെ MLA പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. തീർച്ചയായും ഞാൻ ആ സമയത്ത് തന്നെ ആ പാരന്റ്സിനോട് 2 ദിവസം മുമ്പ് വിസിറ്റ് ചെയ്ത് ഞാൻ സംസാരിച്ചപ്പോഴും അന്ന് മാധ്യമങ്ങളോടും ഒക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം, പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല. തീർച്ചയായിട്ടും ഇത്രയും ദിവസം, പ്രത്യേകിച്ച് ഒരു 15 ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ട ശ്രേയ എന്നറിയുന്ന ആ കുട്ടി, അവരുടെ ആ കണ്ണീരൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഈ സംശയം അന്നേ പ്രകടിപ്പിച്ചതാണ്. ഇന്നിപ്പോ നമുക്ക് തീർച്ചയായും സംശയം വർദ്ധിക്കുന്നുണ്ട്. കാരണം 25 ഡേയ്സ് കഴിഞ്ഞ് പരിസരത്ത് അവർ ഇപ്പൊ ഈ രീതിയിൽ ഈ മരണത്തിന്റെ ഒരു ചിത്രം നമുക്ക് ലഭിക്കുമ്പോൾ മൊബൈലൊക്കെ അവിടെ ഉണ്ടായിട്ട് നമ്മുടെ സംവിധാനത്തിന്റെ ഒരു പരാജയം, നമ്മുടെ അന്വേഷണത്തിന്റെ പരാജയമല്ലേ എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായും മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതെന്തായാലും ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. തീർച്ചയായിട്ടും ഇത്രയും ടെക്നോളജി വളർന്ന ഈ ഒരു ടൈമിൽ ഓക്കെ ആ ഒരു എന്താ പറയുക, അവിടെ ടവർ ലൊക്കേഷൻ അവിടെ തന്നെയാണ്, വേറെ മൂവ്മെന്റ് ഒന്നും ഇല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും അവിടെ തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെയൊക്കെ ഒരു അന്വേഷണം എത്താനെ കൊണ്ട് ഇത്രയും താമസം വന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഭയങ്കര വന്നേക്കുന്ന വലിയ വീഴ്ചയാണ്. എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു മരണത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ഉത്തരവാദികൾ തന്നെയാണ്. ഓക്കെ, അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉത്തരവാദികൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളിങ്ങനെ ഇൻഎഫിഷ്യൻസി കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു കേരള പോലീസ് സേനയ്ക്ക് കൂടെ തന്നെ മോശമായിടുന്ന രീതി, അല്ലെങ്കിൽ നമുക്ക് അതൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സംഭവം തന്നെയാണ്. കമൻറ്റ് ബോക്സിൽ 2 പേര് പറഞ്ഞേക്കുന്ന 2 കമൻറ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാതെ. പോലീസ് ഒരു 15 വയസ്സുള്ള കുട്ടിയെ കാണാതെയായി ഈ വാർത്ത ഈ ആഴ്ചയാണ് പുറത്ത് വന്നത്. പക്ഷേ ഈ കുട്ടിയെ കാണാതായിട്ട് 3 ആഴ്ചയാകുന്നു. മൈനറായ കുട്ടിയെ കാണാതാകുമ്പോൾ തന്നെ DYSPയുടെ കീഴിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങണ്ടേ? ഒപ്പമുള്ളത് ഒരു 42കാരനാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ കേസ് ജുവനയിലാണ്. എന്തുകൊണ്ട് പോലീസ് സുരക്ഷയുമായി കാര്യമായി ഇടപെട്ടില്ല? ഇന്ന് രാവിലെ തൊട്ടാണ് ഈ പറയുന്ന ജനകീയ തിരച്ചിൽ തുടങ്ങിയത്. ഇതിനു മുൻപ് പോലീസ് ഉദ്യോഗസ്ഥർ സംഘമായി ചേർന്ന് അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ 2 പേരുടെയും മൃതദേഹങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്. 3 ആഴ്ച മുമ്പ് കാണാതായ കുട്ടിയാണ്. കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഒന്നെങ്കിൽ ആ 2-3 ദിവസത്തിനുള്ളിൽ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും കയ്യിലുള്ളപ്പോൾ ജീവനോടെയോ അല്ലെങ്കിൽ മൃതദേഹമായിട്ടെങ്കിലും കണ്ടെത്തണമായിരുന്നു. കാഴ്ചയാണ് വൈകിയത്. ഇതിൽ സംഭവിച്ചത് എന്താണ്? ഇവരുടെ ടവർ ലൊക്കേഷനും മറ്റെല്ലാ കാര്യങ്ങളും ആ പരിസരത്ത് തന്നെയായിരുന്നു. എന്നിട്ടും വലിയ തിരച്ചിൽ തുടങ്ങിയത് ഇന്ന് മാത്രമാണ്. അപ്പോൾ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. എന്തുകൊണ്ട് നേരത്തെ ഇത് ചെയ്തില്ല? അതാണ് ഇത്രയും വൈകാൻ കാരണം. കുട്ടി മൈനർ ആയതുകൊണ്ട് പോലീസ് സമാധാനം പറയണം. തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. ഇങ്ങനത്തെ കുറേ കമൻസ് കൂടെ നമുക്ക് അവിടെ കാണാൻ പറ്റും. കുറച്ച് പക്വതയോടെയുള്ള ഇത്തരം കമൻസ് കൂടെ നമുക്ക് കാണാൻ സാധിക്കും. കുറേ ഇതിൻ്റെ ഇടയിൽ മറ്റേ നെഗറ്റീവ് അടിക്കുന്ന വേറെ കുറേ ടീംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കുഞ്ഞിനെ വരെ മോശമായിട്ട് പറയുന്ന രീതിയിലുള്ള. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയൊരു വീഴ്ചയാണ് അവരുടെ ഭാഗത്ത് വന്നേക്കുന്നത്. ഇത്രയും താമസം ഡിലേ വന്നേക്കുന്നത്. ഇവർ കഴിവില്ലാത്ത ആൾക്കാരല്ല, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. മീഡിയയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ വന്നപ്പോഴത്തേക്കും ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇവരെ കണ്ടെത്തി. നാട്ടുകാരെ വിളിച്ചു വിട്ടിട്ട് ഇവർക്ക് ചെയ്യാൻ അറിയാമായിരുന്നു. പക്ഷേ അവരത് ചെയ്യാണ്ടിരുന്നത് ഈ പറയുന്ന മീഡിയയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ മീഡിയ ടേക്കപ്പ് ചെയ്യാത്തതിൻ്റെ പേരിലൊക്കെ ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, ഫെബ്രുവരി 12-ാം തീയതി കാണാതായിട്ടുള്ള കുട്ടിയാണ്. വേറെ എങ്ങൊന്നുമല്ല, വീടിൻ്റെ വെറും 200 മീറ്റർ ദൂരത്തുനിന്ന് മാറിയാണ് ആ കുഞ്ഞിൻ്റെ അയാളുടെ ആണെങ്കിൽ മൃതദേഹം കിട്ടിയേക്കുന്നത്. ഓക്കെ, ഭയങ്കര നാണം കെട്ടൊരു പരിപാടിയാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ. ഓക്കെ, ഇതിനകത്ത് ഇനി കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഉടൻ ദിവസങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇതിവിടെ പറയാൻ പാടുള്ളതാണെന്ന് എനിക്കറിയത്തില്ല, എന്നിരുന്നാലും ഞാനിവിടെ പറയാണ്. കാര്യം ഈ ഒരു കേസിൽ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെയാണെന്നോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ടീനേജ് പ്രായത്തിൽ മാത്രമല്ല ഈ പറയുന്ന ഹോർമോണൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിൻ്റെ അടുത്തൊരു അട്രാക്ഷൻ ഈ കുട്ടികൾക്ക് തോന്നുക എന്ന് പറയുന്നത്. ഇതിന് ഏജ് കാറ്റഗറി എന്നൊന്നുമില്ല. ഒരു 10 വയസ്സിലോ 7 വയസ്സിൽ വരെ തോന്നുന്ന ഒരു സാധനമാണിത്. ഓക്കെ, ഇത് അവർക്ക് ആ ഒരു ടൈമിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഫാൻറ്റസികൾ വരെ ആ കുട്ടികൾക്ക് തോന്നാം. ഓക്കെ, നമ്മളത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണട സിരിട്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ആ കുട്ടികൾ എന്തെങ്കിലും തെറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ, നാളുകളിൽ തെറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ ഉപയോഗമാണ് അല്ലെങ്കിൽ പറയുന്ന മൊബൈൽ ഫോണിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് അവർക്ക് ശരിയേത് തെറ്റേത് എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണോ അവരെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളത്. കാര്യം ഇത്തരം കുട്ടികൾ മറ്റേതെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് അവരെ കുറ്റപ്പെടുത്തി വേറെ ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിനെയും കൂടെ കുറ്റപ്പെടുത്തിയിട്ട് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞതാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.